ഒരു യൂസ്ഡ് കാറിൻ്റെ വിലയ്ക്ക് ഒരു പുതിയ വണ്ടി നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. നമസ്കാരം, ഇത് കിയ സെൽറ്റോസ് ആണ്. കിയ സെൽറ്റോസിൻ്റെ 2023 ഫേസ് ലിഫ്റ്റ്. നമ്മൾ യൂസ്ഡ് കാറുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ചാനലിൽ. പല വണ്ടികൾ കൊടുക്കുന്നുണ്ട്, പഴയതും പുതിയതായിട്ടുള്ള വണ്ടികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ യൂസ്ഡ് കാറ് വാങ്ങുന്ന പോലെ ഒരു പുതിയ കാറ് വാങ്ങാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്കൊരു പുതിയ കാറ് വാങ്ങാൻ പറ്റും, അറ്റ്ലീസ്റ്റ് കിയ സെൽറ്റോസ് എങ്കിലും. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ പുതിയ കാറ് വില കുറച്ച് കിട്ടുമെന്നുള്ളതാണ്. സെൽറ്റോസും സോണറ്റും കാരൻസും. വരൂ. ഞാൻ പറയാൻ പോകുന്നത് ഇയർ ബാക്ക് വണ്ടികളെ കുറിച്ചാണ്. കിയെ സംബന്ധിച്ച്, കിയ സെൽറ്റോസിനെ സംബന്ധിച്ച് അത് പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടികളല്ല, പുതിയ മോഡൽ വണ്ടികൾ തന്നെയാണ്. പക്ഷേ 2023 ഡിസംബറിലെ ആ ഒരു സ്റ്റോക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു 5 മാസം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ 6ാമത്തെ മാസമാണ്. പക്ഷേ ഈ ഒരു വ്യത്യാസം കൊണ്ട് അത്യാവശ്യം നല്ല ഓഫറിൽ ഇയർ ബാക്ക് വണ്ടികൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഇഞ്ചോൺ കിയയിൽ ഒരു സെറ്റ് ഓഫ് വണ്ടികൾ കിടപ്പുണ്ട്. അത് എത്ര നമ്പറാണെന്നും അത് ഏതൊക്കെ വണ്ടികൾ ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ ആദ്യം കിയ സെൽറ്റോസിൻ്റെ ഈ ഒരു വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇത് GT ലൈനാണ്, 7 സ്പീഡ് DCT ആണ്, പെട്രോളാണ്. 3 എഞ്ചിനുകളും എനിക്ക് തോന്നുന്നു 4 ഗിയർ ബോക്സുകളുമുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം ഹൂ ടു ഡ്രൈവ് ആണ് എന്നുള്ളതാണ്. കിയയ്ക്ക് ഡീസൽ ഉണ്ട് ഇന്ത്യയിൽ, കിയയ്ക്ക് പെട്രോൾ ഉണ്ട്, കിയയ്ക്ക് പെട്രോൾ ടർബോ ഉണ്ട്. മാത്രമല്ല ഇവർക്ക് DCT ഉണ്ട്, CVT ഉണ്ട്, ആ ഒരു മാനുവൽ ഉണ്ട്, IMT ഉണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ആ ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉള്ള ഈ ഒരു വണ്ടികൾ ശരിക്കും ആ ഒരു വെർസറ്റാലിറ്റി ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ഏത് വണ്ടി വേണമെങ്കിൽ മേടിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇത് സെൽറ്റോസിൻ്റെ GT ലൈനാണ്. GT ലൈനിൻ്റെ 1.5 പെട്രോൾ വിത്ത് DCT. ആ ലൈറ്റ് നോക്കിയാൽ LED ലൈറ്റാണ്. ആ ലൈറ്റിൻ്റെ താഴെ കാണുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ആ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ ഒരു സ്വീപ്പിംഗ് ഫംഗ്ഷൻ ഉണ്ട്. വശങ്ങളിലെ ഒരു കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീലുകൾ ശരിക്കും വ്യത്യസ്തമാണ് ഓരോ മോഡലിനും. അപ്പോൾ നമുക്ക് GT ലൈനിൻ്റെ ഈ ഒരു മോഡലിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. അത്യാവശ്യം വലിയ വീലാണെന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണെന്നുള്ളതും ഒരു കാര്യമായിട്ട് പറയാം. കിയ സെൽറ്റോസ് ഒരു ബുദ്ധിയുള്ള കാറാണ്. അങ്ങനെ പറയുമ്പോൾ ഇതിന് അഡാസ് ലെവൽ 2 ഉണ്ട്. അപ്പോൾ അഡാസിൻ്റെ ക്യാമറ അവിടെ കാണാം. ഇപ്പോൾ ഫോർവേഡ് കൊളിഷൻ വാണിംഗ് പോലുള്ള, അല്ലെങ്കിൽ ഫോർവേഡ് കൊളിഷൻ അറ്റൻഷൻ പോലുള്ള കാര്യങ്ങൾ, ഓട്ടോ ബ്രേക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയുടെ ലൈൻ ചേഞ്ച് അസിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിത്തിരി ബുദ്ധിയുള്ള സെൽറ്റോസ് കൂടിയാണ് കിയ സെൽറ്റോസിൻ്റെ ഈ ഒരു GT ലൈൻ എന്നുള്ളതാണ്. അത്യാവശ്യം നമുക്ക് എവിടേക്കൊക്കെ പോകുമ്പോഴേ നല്ല അസിസ്റ്റൊക്കെ കിട്ടിയിട്ട് വലിയ പേടിയൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കാണാം. എനിക്കിതിൻ്റെ ബ്രേക്കിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് ഇഷ്ടപ്പെട്ടു. എഞ്ചിൻ ഗിയർ ബോക്സിൻ്റെ ആ ഒരു പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഗുണമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. മൊത്തത്തിൽ ലുക്കും അത്യാവശ്യം നല്ല ഒരു ഭംഗിയോട് കൂടി തന്നെയാണ് പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ മുൻവശവും പിൻവശവും അവർ മാറ്റിയേക്കണത്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പാക്കേജ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മുൻവശവും അല്ലെങ്കിൽ ഒരു അഡാസ് ലെവൽ ഫംഗ്ഷനാലിറ്റീസും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു മികച്ച വണ്ടിയായിട്ട് സെൽറ്റോസ് മാറിയിട്ടുണ്ട് ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ. കിയ സെൽറ്റോസിൻ്റെ GT ലൈനകത്ത് ഒരു 1.5 ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ് പറഞ്ഞു. സ്മാർട്ട് സ്ട്രീം G നമ്മൾ ഹുണ്ടായിലൊക്കെ കണ്ടുള്ള ആ ഒരു എഞ്ചിനാണ്. 158 ബ്രേക്ക് ഹോഴ്സ് പവറും 253 ന്യൂട്രൺ മീറ്റർ ടോർക്കുമുള്ള ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് മേറ്റ് ചെയ്യുന്നത് ഒരു 7 സ്പീഡ് DCT ആയിട്ടാണ്. മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ് ഉണ്ട്, ട്രാക്ഷൻ ബേസ്ഡ് ആ ഒരു ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള മോഡുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. ഇതൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളതാണ്. ഏറെക്കുറെ 25,54,000 രൂപയോളം പ്രൈസ് വരുന്ന ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടർബോ പെട്രോളിൻ്റെ ആ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോയും അല്ലെങ്കിൽ ആ ഒരു പവർ ടോർക്ക് ഫിഗറുകളും ആ ഒരു 7 സ്പീഡ് DCTയുടെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. കിയ സെൽറ്റോസിൻ്റെ 2023 ഫേസ് ലിഫ്റ്റിൽ ഈ GT ലൈനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഡിസൈൻ കൊടുത്തുള്ള ഭാഗവും, കൂടാതെ ഇരട്ടക്കുഴൽ ആ ഒരു എക്സോസ് പൈപ്പുകളും ഇവിടെ കൊടുത്ത ആ ഒരു ഇൻസൈഡൊക്കെ തന്നെയാണ്. ഇനി കിയയ്ക്ക് സെൽറ്റോസിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വലിയ ബാർ ലൈറ്റ് വന്നു, കണക്ട് ചെയ്ത ടെയിൽ ലാമ്പായി എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ബോഡിയിലല്ല അഴിച്ചുപണി നടന്നിരിക്കുന്നത്, പകരം ബമ്പറുകളിലും അല്ലെങ്കിൽ ലൈറ്റുകളിലൊക്കെയാണ്. സ്പോയിലർ ഉണ്ട്. ഇത് പവർ ടെയിൽഗേറ്റ് അല്ല, പക്ഷേ ഒരു വലിയ സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഇതിനകത്ത്. അതൊരു ഗുണമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഈ ഒരു ഓവറോൾ ലുക്കിനെ സ്വാധീനിക്കുന്ന ഈ ഒരു റൂഫ് റെയിൽസും ഒക്കെ മനോഹരമായ കാര്യങ്ങളാണ്, ഭംഗിയുള്ള കാര്യങ്ങളാണ്. കിയ സെൽറ്റോസിൻ്റെ ശരിക്കും 2023 ഫേസ് ലിഫ്റ്റിൽ വന്ന പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് ഡാഷ്ബോർഡിൽ അഴിച്ചു പണികളാണ്. ഈ ഒറ്റ സ്ക്രീൻ തോന്നിക്കുന്ന ഇരട്ട സ്ക്രീനും അതിൻ്റെ റെസ്പോൺസീവ്നെസ് ഒക്കെ കൊള്ളാം. നല്ല ക്ലസ്റ്ററാണ്. കൂടാതെ ഡുവൽ സോൺ AC ഇലക്ട്രിക് സീറ്റുകളും ഒക്കെ ഒരു നല്ല സവിശേഷതകളായിട്ട് പറയേണ്ട കാര്യമാണ്. സ്റ്റിയറിംഗ് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റബിൾ ഉണ്ട്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട് പിടിക്കാനായിട്ട്. DCT ആയതുകൊണ്ട് ഷിഫ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. കപ്പ് ഹോൾഡറുകൾ, സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ കാണാം. എനിക്കിതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ സീറ്റിൻ്റെ അപ്പോൾസറി ഇഷ്ടപ്പെട്ടു. സീറ്റിൻ്റെ ആ ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്ടപ്പെട്ടു. ഇരിക്കാൻ നല്ല സുഖമുണ്ട്. കൂളിംഗ് ഫംഗ്ഷൻ കൊള്ളാം. ഈ ഒരു സീറ്റ് ഇലക്ട്രിക് അല്ല, ഡ്രൈവർ സീറ്റ് മാത്രമേ ഇലക്ട്രിക് ഉള്ളൂ. പിന്നെ പനോരമിക് സൺറൂഫ് വേണ്ട, അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ഈ ഒരു
ഓട്ടോ ഡിമ്മിംഗ് ഉള്ള മിറർ, അത് കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ സവിശേഷതകൾ നോക്കിയാൽ ഒരുപാട് സവിശേഷതകൾ കൂടെയാണ് പുതിയ ഫേസ് ഷിഫ്റ്റ് വന്നത്. ഈ വണ്ടി ഓടിക്കാൻ ഒരു കൂട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും ഈ ഒരു പാഡൽ ഷിഫ്റ്ററൊക്കെ നമുക്ക് ഡൗൺ ചെയ്യുമ്പോഴൊക്കെ നല്ല ഫീലൊക്കെ തരുന്നുണ്ട്. AC നല്ല കൂളിംഗ് ഉണ്ട്. ഇത് ഡുവൽ സോൺ AC ആയതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പക്ഷേ ഈ വണ്ടി വാങ്ങുന്നെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വാങ്ങാം എന്ന് പറയാവുന്ന തരത്തിലൊരു കാര്യം ഈ വണ്ടിക്ക് ഉണ്ട്. അതിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ബോസിൻ്റെ ആ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വിത്ത് ആ ഒരു സിസ്റ്റം കണക്ട് ചെയ്യുന്നതിൻ്റെ ആംബിയൻ ലൈറ്റ് ആയിട്ടാണ്. അപ്പോൾ വെറുതെ ഒരു പാട്ട് കേൾപ്പിക്കാം, കോപ്പറേറ്റ് ഉണ്ടാവും, എന്നാലും ഒരു 5 സെക്കൻഡ് കേൾക്കാം. ഫുൾ സൗണ്ട് വെച്ചാലും ജാരിങ് ഇല്ലാത്ത നല്ല ഒരു സിസ്റ്റമാണിത്. സബ് വൂഫറോട് കൂടിയത് തീർത്തും മികച്ച ഒരു കാര്യമായിട്ട് കാണാം. വയർലെസ് ചാർജിങ് പോലുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒക്കെ തന്നെ കിയ സെൽറ്റോസിനകത്തുണ്ട്. അതൊക്കെ ഇതിൻ്റെ സവിശേഷത കൂടുതൽ പറയാവുന്ന കാര്യമാണ്. കിയ സെൽറ്റോസിൻ്റെ പിൻസീറ്റിൽ തൈ സപ്പോർട്ടിന് കുറവുണ്ട്. 3 പേർക്ക് ശരിക്കും ഇരിക്കുമ്പോൾ ഒത്തിരി ഇടുങ്ങിയിരിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ നല്ല ലെഗ് സ്പേസും നല്ല ഹെഡ് റൂമും ഈ ചാരിൻ്റെ ആ ഒരു പൊസിഷനിങ്ങും, അതായത് റിക്ലൈനിങ് ആംഗിളൊക്കെ നല്ലതാണ്. ആംറസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഗുണമായിട്ട് കാണാം. കൂടാതെ വിൻഡോയ്ക്ക് ആ ഒരു ഷെയ്ഡ്, സൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യമായിട്ട് കാണുന്ന കാര്യമാണ്. സ്പീക്കറിൻ്റെ ഗ്രില്ലൊക്കെ നല്ലതാണ്. കൂടാതെ ക്വാർട്ടർ ഗ്ലാസ്സിന് അത്യാവശ്യം വെളിച്ചം തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് ബാക്ക് സീറ്റിൻ്റെ കാറ്റഗറി ഞാൻ പറയുന്നില്ല, പക്ഷേ സുഖകരമായി ഇരിക്കാവുന്ന ഒരു ബാക്ക് സീറ്റുള്ള വണ്ടിയാണ് കിയ സെൽറ്റോസ് എന്നതാണ്. റിയർ AC വെൻറ്റുകൾ പോലുള്ള അല്ലെങ്കിൽ എയർ പ്യൂരിഫയർ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിൻ്റെ ആ ഒരു കൂട്ടത്തിൽ സഹായകമായിട്ട് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റുകളാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട കാര്യം. അതിപ്പോൾ ഓരോ ഗ്രാബ് ഹാൻഡിനകത്തും ലൈറ്റ് ബാക്കിലുള്ളത് നല്ല കാര്യമാണ്. റീഡിംഗ് ലൈറ്റ് പോലെ നമുക്കത് ഉപയോഗിക്കാം. കൂടാതെ ഡോർ പോക്കറ്റിൻ്റെ ആ ഒരു വെച്ചിരുന്ന ഭാഗം ഒന്ന് പ്ലാസ്റ്റിക് ആണ്. അത് അവിടെ നമുക്ക് നമ്മുടെ കാലിൻ്റെ ഒരു ചവിട്ടൊന്നും കൊണ്ട് നാശമാവില്ല എന്നുള്ള ഗുണമുണ്ട്. സീറ്റിൻ്റെ പാറ്റേൺ നല്ലതാണ്. സീറ്റ് ബെൽറ്റുകൾ പ്രോപ്പർ 3 പോയിൻ്റാണ്, 3 എന്നുള്ള കാര്യമുണ്ട്. 3 ഹെഡ് റെസ്റ്റുകളുണ്ട്. അതായത് ചെറിയ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും കിയ വരുത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു നല്ല ഗുണമുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കിയ സെൽറ്റോസിൻ്റെ GT ലൈനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ പഴയ വണ്ടി വാങ്ങുന്ന പോലെ പുതിയ വണ്ടി വാങ്ങുന്നത് എങ്ങനെ, ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താണ് ലോജിക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സെൽറ്റോസ് ആവട്ടെ, കാരൻസ് ആവട്ടെ, സോണറ്റ് ആവട്ടെ, ഏത് മോഡലാവട്ടെ, ശരിക്കും ഏതൊരു പുതിയ വണ്ടിയാണെങ്കിലും ഷോറൂം ഫ്ലോറിൽ നിന്ന് ഇറങ്ങുന്ന മുറയ്ക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് വാല്യൂ കുറയുമെന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു 1 ഇയർ കഴിഞ്ഞ് വാങ്ങുന്ന വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡിപ്രിസിയേഷൻ ഉണ്ടാവും പ്രൈസിൽ. അതാണ് യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ലാഭമായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ളത്. ടാക്സിൻ്റെ കുറവ് അല്ലെങ്കിൽ എന്താ പറയുക, ഡിപ്രിസിയേഷൻ ഹിറ്റ് ആയി കഴിഞ്ഞു എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇയർ ബാക്ക് വണ്ടി ഓഫർ ഇട്ട് മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1 വർഷം പഴക്കമുള്ള വണ്ടി അല്ലെങ്കിൽ 2 വർഷം പഴക്കമുള്ള വണ്ടിയുടെ ആ ഒരു പ്രൈസ് ഡിഫറൻസിൽ എനിക്ക് പുതിയ വണ്ടി കിട്ടും എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും. പുതിയ വണ്ടി കിട്ടുന്ന ഫീൽ മാത്രമല്ല, പുതിയ വണ്ടിയാണ് അത്. സ്റ്റോക്ക് കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ആരും തൊടാത്ത, എന്ന് വെച്ചാൽ ശരിക്കും ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഫ്രഷ് പീസായിട്ടുള്ള വണ്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇയർ ബാക്ക് വണ്ടികൾ വാങ്ങുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു യൂസ്ഡ് കാറിൻ്റെ വിലയ്ക്ക് ഒരു പുതിയ വണ്ടി നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. യൂസ്ഡ് കാറിൻ്റെ വിലയ്ക്ക് എന്ന് പറയുമ്പോൾ 6 മാസമോ 1 വർഷമോ പഴക്കമുള്ള യൂസ്ഡ് കാർ. നിങ്ങളൊരു 5 വർഷം പഴക്കമുള്ള യൂസ്ഡ് കാറുമായിട്ട് വന്നിട്ട് ഇതിൻ്റെ വിലയ്ക്ക് പുതിയ കാർ കിട്ടില്ല, അത്ര ഓഫറൊന്നും ഇല്ലെന്ന് പറയരുത്. ദാറ്റ്സ് നോട്ട് മേക്കിംഗ് സെൻസ്. എനിക്ക് പറയാനുള്ളത് ഇയർ ബാക്ക് വണ്ടി വാങ്ങുമ്പോൾ ആ ഒരു ഗുണമാണ്. ഗുണമെന്ന് പറയുന്ന പോലെ ദോഷങ്ങളുണ്ട്. ഇപ്പോൾ റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ എന്താ പറയുക, വണ്ടി വയ്ക്കുന്ന സമയത്ത് നിങ്ങളിത് വാങ്ങിയിട്ട് ഇത്രയും മാസം കഴിഞ്ഞിട്ടാണോ നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോഴൊക്കെയും നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇനീഷ്യൽ കിട്ടിയ ലാഭത്തിനേക്കാൾ കൂടുതൽ കുറവൊന്നും അല്ലെങ്കിൽ കൂടുതൽ ഡിപ്രിസിയേഷൻ കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല വണ്ടി വിൽക്കുമ്പോഴും കിട്ടുമെന്നുള്ളത്. അപ്പോൾ യൂസ്ഡ് കാർ നോക്കുന്ന ആൾക്കാർക്ക് ഒരു പുതിയ കാർ നോക്കാനുള്ള ഓപ്ഷൻ ശരിക്കും ഈ ഒരു സമയത്തുണ്ട്. പുതിയ വണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഇയർ ബാക്ക് വണ്ടികളുടെ സ്റ്റോക്ക് തീരുന്നവരെ പറ്റുള്ളൂ. അപ്പോൾ കിയ സെൽറ്റോസിന് 10,89,000 രൂപയിലാണ് എക്സ് ഷോറൂം പ്രൈസ് തുടങ്ങുന്നത്, ഏറ്റവും ബേസ് മോഡൽ. അപ്പോൾ ആ ബേസ് മോഡലിൻ്റെ ആ ഒരു വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. എന്നാലും സ്റ്റോക്കുള്ള വണ്ടികളുടെ ആ ഒരു ലിസ്റ്റ് നിന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലാഭത്തിൽ അത്യാവശ്യം ഓഫറിൽ ഒരു വണ്ടി മേടിക്കാൻ പറ്റിയൊരു അവസരം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പുതിയ സെൽറ്റോസിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് 25,50,000 രൂപയോളമാണ് എക്സ് ഷോറൂം പ്രൈസ്. എനിക്ക് തോന്നുന്നു 26,89,000 രൂപയോളം ഓൺ റോഡ് പ്രൈസ് ആ വണ്ടിക്ക് വരും. അപ്പോൾ ഇയർ ബാക്ക് വണ്ടികളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. ആ ഒരു ലിസ്റ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് പോകാം. അപ്പോൾ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സെൽറ്റോസിൻ്റെ മാത്രമല്ല ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സകല വണ്ടികളുടെ ലിസ്റ്റ് പറയാം, അവിടെയുള്ള ലിസ്റ്റ് പറയാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് കൊടുത്തേക്കാം. എന്നാലും സോണറ്റിൻ്റെ ആ ഒരു മോഡലുകളുണ്ട്, കാരൻസിൻ്റെ മോഡലുകളുണ്ട്, സെൽറ്റോസിൻ്റെ മോഡലുകളുണ്ട്. പെട്രോൾ മോഡൽ ഫുൾ ഓപ്ഷൻ 27 വണ്ടികളുണ്ട്, ഡീസൽ 3 മിഡ് വേരിയൻറ്റ് 11 പെട്രോൾ ഉണ്ട്, 8 ഡീസൽ മോഡലുണ്ട്. ഇനി ബേസ് മോഡലാണെങ്കിൽ 6 പെട്രോൾ HT ഉണ്ട്, 3 പെട്രോൾ HTK പ്ലസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു ഇൻവെൻട്രി ഉണ്ട് വാങ്ങിക്കാനായിട്ട് ആ ഒരു ലിസ്റ്റിൽ. ഇനിയിപ്പോൾ സോണറ്റ് ആണെങ്കിൽ സോണറ്റിൻ്റെ ഫുൾ ഓപ്ഷനിൽ 10 പെട്രോളും 19 ഡീസലും അവൈലബിൾ ആണ്. കൂടാതെ മിഡ് വേരിയൻറ്റ് 1 പെട്രോളും 15 ഡീസൽ മോഡലുകളുണ്ട്. അതുമാത്രമല്ല ബേസ് മോഡൽ 2 ഡീസലും കിടപ്പുണ്ടെന്നുള്ളതാണ്. ഇനി കാരൻസും ഉണ്ട്. കാരൻസ് ഫുൾ ഓപ്ഷൻ 9 ഡീസലും 8 പെട്രോൾ മോഡലും 1
പെട്രോൾ ബേസ് മോഡലും കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികളിൽ നിന്ന് അത്യാവശ്യം മാർജിനായിട്ട് അത്യാവശ്യം ഓഫറിൽ നമുക്ക് വണ്ടി മേടിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താ പറയുക, യൂസ്ഡ് കാറിൻ്റെ പ്രൈസിൽ പുതിയ വണ്ടി മേടിക്കാനുള്ള അതിശയോക്തി ആണെങ്കിൽ കൂടി കയ്യിലുള്ള കാശിന് ഒരിത്തിരി ലാഭത്തിൽ കിട്ടുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കൊക്കെ ഇയർ ബാക്ക് വണ്ടികളെ കാണാമെന്നുള്ളത് വല്ലാത്തൊരു ബെനിഫിറ്റാണ്. ആ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ നമുക്ക് സെൽറ്റോസിനും സോണറ്റിനും കാരൻസിനും ഉണ്ട് എന്നുള്ളതാണ്. കിയ സെൽറ്റോസിൻ്റെ പെട്രോൾ DCT ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒറ്റ വാക്ക് പറഞ്ഞാൽ സ്മൂത്ത് എന്നാണ്. ഇപ്പോൾ GT ലൈനാണ് ഈ മോഡൽ, അതുപോലെ എന്താ പറയുക, ഇത് DCT ആണ്. അപ്പോൾ ഈ DCTക്ക് ജെർക്കോ കാര്യങ്ങളൊന്നും വലിയ ഫീൽ ചെയ്യില്ല. ഈ പർട്ടിക്കുലർ വണ്ടിക്ക് ചില സമയത്ത് ഒരു ചെറിയ ഒരു ജെർക്ക് ഫീൽ ചെയ്യായിരുന്നു, പക്ഷേ അത് ഈ പർട്ടിക്കുലർ വണ്ടിയുടെ കാര്യമാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ DCTക്ക് തീരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓടിക്കാൻ നല്ല സുഖമുണ്ട്, പാഡൽ ഷിഫ്റ്റ് നല്ല റെസ്പോൺസീവ് ആണ്, കാല് കൊടുത്താൽ പാഞ്ഞ് കയറി പോകുന്നത് 8.9 സെക്കൻഡിൽ നമുക്ക് ഈ വണ്ടി 100-ലെത്താൻ പറ്റും. അപ്പോൾ ഹൈവേയിൽ ഓടിക്കാൻ തീർത്തും ഫണ്ണുള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്നുള്ളതാണ്. റൈഡ് ക്വാളിറ്റി ഒരിത്തിരി സ്റ്റിഫാണോ എന്ന് ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തോന്നും, പക്ഷേ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ക്രെറ്റയേക്കാളും കൂടുതൽ സെൽറ്റോസിനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇരിക്കുന്ന ഒരു പോസ്റ്റർ നല്ലതായിട്ട് തോന്നി, നല്ല SUV പോസ്റ്റർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി, അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പവർ ഉണ്ട്. ഇപ്പോൾ അഡാസ് ലെവൽ 2 എന്ന് പറയുന്ന ഒരു കാര്യമുള്ള വണ്ടി എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ക്രൂസിനൊക്കെ വർക്ക് ചെയ്യുന്നത് സീംലെസ്സിലാണ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ പോകുന്ന വണ്ടിയെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ആ വണ്ടിയുടെ സ്പീഡിൽ പോകും, ആ സ്പീഡ് കുറയ്ക്കുമ്പോൾ ഈ വണ്ടി സ്പീഡ് കുറയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു കാര്യമൊക്കെ തീർത്തും മികവുകളാണ് എന്നുള്ളതാണ്. 4 പവർ വിൻഡോയ്ക്കും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉള്ളതും പനോരമിക് സൺറൂഫ് പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫീച്ചേഴ്സായി തോന്നി. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സീറ്റിംഗ് പോസ്റ്ററാണ്. നമ്മൾ ഇരിക്കുന്നത് കംഫർട്ടബിൾ ആയിട്ടാണ് ഫ്രണ്ട് സീറ്റിൽ എന്നുള്ളതാണ്. അതായത് 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്താലും ക്ഷീണമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ചായ കുടിക്കാൻ ഓർമ്മിക്കും, അത് പക്ഷേ നമ്മൾ വേണമെങ്കിൽ ചായ കുടിച്ചാൽ മതി, കുടിക്കൊന്നും വേണ്ട, അത് വണ്ടിയുടെ ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളൊരു പെട്രോൾ മോഡൽ നോക്കുകയാണ്, മൈലേജൊക്കെ എന്താ പറയുക കുറവാണ് പെട്രോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി 1.5 അത്ര വലിയ ഒരു കുടിയനല്ല. നമ്മൾ മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു 14 കിലോമീറ്റർ വരെ എനിക്ക് കാണിച്ചു. അതല്ല ചവിട്ടി കുത്തി ഓടിച്ച് 9ലേക്ക് കുറയുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു നല്ല ഫൺ ഫാക്ടറുള്ള നല്ല വണ്ടിയാണ്, നല്ല ടോർക്ക് ബാൻഡ് ഉണ്ട്. ആ 253 Nm ടോർക്ക് എന്ന് പറയുന്നത് ഈ വണ്ടിയെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പല സിഗ്നലിലും പല വണ്ടികളെ അമ്പരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓടിച്ച് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ടോർക്കിയായിട്ടുള്ള അത്യാവശ്യം ഫണ്ണായിട്ടുള്ള ഒരു കാർ നോക്കുകയാണെങ്കിൽ സെൽറ്റോസ് ഒരു നല്ല ഓപ്ഷനാണ്. ഇതിൻ്റെ സ്ക്രീനുകൾ ലാഗ് കാര്യങ്ങളൊന്നുമില്ല, സ്ക്രീനുകൾ ഫ്രീസ് ആവുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, റിലയബിലിറ്റി ഇഷ്യൂസ് ഇല്ല. NVH ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലാണെന്ന് വെച്ചാൽ ഇത് അടച്ചു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് വേൾഡ് സ്റ്റേ ഔട്ട്സൈഡ് എന്നുള്ളതാണ്. സൗണ്ടൊക്കെ ശരിക്കും നല്ല ഫണ്ണാണ് കേൾക്കാനായിട്ട് പുറത്തുനിന്ന്, പക്ഷേ അകത്തേക്ക് സൗണ്ട് കാര്യമായിട്ട് എത്തുന്നില്ല. കൂടി RPM ഓടിക്കുമ്പോൾ ആ ഫണ്ണുണ്ട്, സ്റ്റിയറിംഗ് നല്ല ഫീൽ തോന്നിച്ചു. ഒരു കിയ എന്നുള്ള നിലയ്ക്ക് ഈ സ്റ്റിയറിംഗ് ഇത്തിരി സ്പോർട്ടിയാണെന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു വണ്ടി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓടിച്ച് നോക്കേണ്ട വണ്ടികൾ ഒന്നായിട്ട് ഞാൻ ഈ ടർബോ പെട്രോൾ പറയും. ഈ 1.5 എന്ന് പറയുന്നത് 150 bhp മുകളിലുള്ള പവറുള്ള വണ്ടി എന്ന് പറയുന്നത് തീർത്തും രസമാണ് ഓടിക്കാൻ, ഫണ്ണാണ് ഓടിക്കാൻ. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.